നമസ്കാരം കുട്ടികളെ. ഒരു ജീവിയുടെ ജീവനുള്ള ഏറ്റവും ചെറുതും സ്വയം വിഭജനശേഷി കാണിക്കുന്നതുമായ അസ്തിത്വമാണ് കോശം. ജീവൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എന്നാണ് കോശങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ളവ ജീവികളെ ഏകകോശ ജീവികളെന്നും നിരവധി കോശങ്ങളുള്ളവയെ ബഹുകോശ ജീവികളെന്നും വിളിക്കുന്നു. കോശങ്ങളെ നമുക്ക് സൂക്ഷ്മദർശിനിയോടെ മാത്രമേ കാണാനാവൂ. ആദ്യമായി കോശങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹൂക്ക്. 1965 റോബർട്ട് ഹൂക്ക് ഓക്ക് മരത്തിലെ കോർക്ക് കോശങ്ങളെ സൂക്ഷ്മദർശിനിയിലൂടെ വീക്ഷിച്ചപ്പോൾ സന്യാസിമാർ താമസിക്കുന്ന ചെറിയ മുറികൾ പോലെ തോന്നി. അതിനാലാണ് ഏറ്റവും ചെറിയ ജീവനുള്ള ജൈവഘടനയ്ക്ക് ആ പേര് നൽകിയത്. കോശത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കായ സെൽ, ചെറിയ മുറി എന്നർത്ഥം വരുന്ന സെല്ല എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും വന്നതാണ്. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് അഥവാ മർമ്മം എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനാണ്. MJ ഷ്ലീഡൻ എന്ന ശാസ്ത്രജ്ഞൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അതുപോലെ തിയഡോർ ഷ്വാൻ എന്ന ശാസ്ത്രജ്ഞൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും കണ്ടെത്തി. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നെന്ന നിഗമനം രൂപീകരിച്ചത് റുഡോൾഫ് വിർഷോ എന്ന ശാസ്ത്രജ്ഞനാണ്. എല്ലാ ശരീരവും കോശനിർമ്മിതമാണ്. ഓരോ ജീവിയുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാനം ഘടകങ്ങളാണ് കോശങ്ങൾ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ടാണ് MJ ഷ്ലീഡനും തിയഡോർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശസിദ്ധാന്തം അഥവാ സെൽ തിയറി. കോശസിദ്ധാന്തത്തിലെ മുഖ്യ സൂചനകൾ ഇവയാണ്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നു. എല്ലാ കോശങ്ങളും മുൻപ് നിലനിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ജീവൻ നിലനിർത്താനായുള്ള ഒരു സുപ്രധാന ധർമ്മങ്ങൾ നടക്കുന്നത് കോശങ്ങളിൽ വച്ചാണ്. കോശധർമ്മങ്ങളെ നിയന്ത്രിക്കുവാനും അടുത്ത തലമുറയിലേക്ക് പകരാനുമുള്ള പാരമ്പര്യ വിവരങ്ങൾ കോശങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇന്നും നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശപഠനം. കോശത്തെക്കുറിച്ചുള്ള പഠനം സെൽ ബയോളജി, സൈറ്റോളജി അഥവാ കോശവിജ്ഞാനീയം എന്നൊക്കെ അറിയപ്പെടുന്നു.